എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അടുത്ത വീക്ക് തുടങ്ങി അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ്. ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? എല്ലാ സ്വഭാവവും നമുക്കൊരാളുടെ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ, ഈ സ്വഭാവം കൂടി ഇല്ലായിരുന്നെങ്കിൽ, ഈ വാശിയില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ എത്ര നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ നിങ്ങളിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എടുക്കുമ്പോൾ ആദ്യമേ പറയുകയാണ്, ചിലപ്പോൾ നെഗറ്റീവ്സ് ആയിരിക്കും വരുന്നത്, കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലോ. ഞാനത് നോക്കാൻ കാര്യം എന്താണ്, നിങ്ങൾക്ക് ആ സ്വഭാവം എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ നോക്കി തരുന്നേ ഉള്ളൂ കേട്ടോ. ഓർക്കുക, ഒരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, നോക്കിക്കോളൂ. ഓക്കെ, വേറെ എന്താണ്? അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം, സമയം കളയണ്ട അല്ലേ. ഡിവൈൻ പ്ലീസ് ഗൈഡ് ഓൺ നിമിഷം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? അതായത് ഈ സ്വഭാവം കൂടി മാറിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആ ക്യാരക്ടേഴ്സ് എന്താണ്? പ്ലീസ് എടുക്കട്ടെ. 3 of Swords, 9 of Swords, 4 of Pentacles, 10 of Cups, Devil, 7 of Cups. ഞാൻ വിചാരിച്ച കാർഡ്സൊക്കെ തന്നെയാണ് വരുന്നത്. കിങ് ഓഫ് സ്വാർഡ്സ്, ഗുഡ്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആണോ? എയ്റ്റ് ഓഫ് സ്വാർഡ്സ്, ഓക്കെ. 6 of Swords, okay. 3 of Wands, Page of Pentacles, okay. 8 of Pentacles. ഞാൻ ഏകദേശം വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ഓവർവെൽംഡ് ആവും. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ വഴക്കാണ്, നിങ്ങളതിൽ അങ്ങ് ആകെ തകർന്നടിഞ്ഞ് എന്താണ്, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് വിളിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യവശാൽ അവർക്ക് ഒരു ദിവസം നിങ്ങളെ വിളിക്കാൻ സാധിച്ചില്ല, ആ കാരണം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങൾ അങ്ങ് ഹാർട്ട് ബ്രേക്ക് ആയിട്ട് അവർ നിങ്ങളെ വിട്ടുപോയി എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പ്രതികരിച്ച് കളയും. അത് അവർക്ക് ഭയങ്കരമായിട്ട്, അത് അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പം ആ ഒരു സ്വഭാവം നിങ്ങളൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർക്ക് തോന്നാറുണ്ട്. അങ്ങ് ഹാർട്ട് ബ്രേക്ക് കരയുമായിരിക്കും, കുറ്റപ്പെടുത്തി സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സിലേക്ക് നിങ്ങൾ പോവും, അങ്ങനെയൊക്കെ. അപ്പോൾ അത് അവർക്ക് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര വിശ്വാസം ഇല്ലേ എന്ന് നമുക്ക് തോന്നില്ലേ? ഞാൻ ഇത്രയും എന്താണ്, അവരോട് സ്നേഹമില്ലാത്ത ആളാണോ എന്നാണോ അവർ കരുതുന്നത് എന്നുള്ളൊരു തിങ്കിങ് നിങ്ങളുടെ പേഴ്സണ് വരുന്നു നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ സ്വഭാവം ഒന്ന് മാറ്റിയാൽ നന്നായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ഇത് ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക കേട്ടോ. എല്ലാ കാർഡും എല്ലാവർക്കും ഉള്ളതല്ല, ഞാൻ വീണ്ടും പറയുകയാണ്. രണ്ടാമതായിട്ട് അവർ ചിന്തിക്കുന്നത്, നിങ്ങൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും. ഓവർ സ്ട്രെസ്സാണ്, ഉറക്കമില്ലാതെ. അവർക്കറിയാം നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തിട്ട് രാത്രി മൊത്തം എണീറ്റിരുന്ന ആലോചനയാണ്, ആങ്സൈറ്റിയാണ് നിങ്ങൾക്ക്. ഇനി ഇതെന്താവും, ഈ പറഞ്ഞ പോലെ ഒരു ഇൻസെക്യൂരിറ്റി കാരണമാണ് അവർ നിങ്ങളെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, അനാവശ്യമായ ഭയം നിങ്ങളുടെ മനസ്സിലായിട്ട് നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് രാത്രി ഉറക്കമില്ല, എണീറ്റിരുന്ന് ചിന്തിക്കലാണ്.
അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ബോധേഡാണ്. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് എഫക്റ്റ് ആവുമോ എന്ന് അവർക്ക് പേടിയുണ്ട്. നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് നിങ്ങൾ റിലാക്സ് ചെയ്യണം, സമാധാനമായിട്ടിരിക്കണം എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ ഈ ഒരു സ്വഭാവം, ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിയാൽ നന്നായിരുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതേപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ അവരെ പ്രതി കുറച്ച് പൊസസീവായിട്ട്, ഓവർ പൊസസീവായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓവർ പൊസസീവായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ഇൻസെക്യൂർഡായിട്ട് ആക്ട് ചെയ്യാറ്. പൊസസീവ്നെസ് വരുമ്പോൾ അവിടെ ഇൻസെക്യൂരിറ്റിയും വരും. പൊസസീവ്നെസ് വരുന്നത് എപ്പോഴാണ്? അവരെ നിങ്ങൾക്ക് മാത്രമായിട്ട് വേണം എന്ന് വിചാരിക്കുന്നവിടെ. അവർക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർ പറയാൻ ആഗ്രഹിക്കുന്ന അതാണ്. നിങ്ങളുടെ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് അവിടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ടായിരിക്കും, അല്ലേ? അച്ഛനമ്മമാർ, പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പൊസസീവ്നെസ്സിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് അവർ തോന്നുന്നത്. നിങ്ങൾ മറ്റാരോടെങ്കിലും ഒന്ന് സംസാരിച്ചാലോ, അവർ വേറെ ആരുടെയെങ്കിലും പേരൊന്ന് മെൻഷൻ ചെയ്താലോ പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. ആ ജലസി, അസൂയ, അതുപോലെ ഇൻസെക്യൂരിറ്റി, ഇവർ നിങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള ചിന്ത, അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കൂ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അടുത്തത് 10 ഓഫ് കപ്സ്. 10 ഓഫ് കപ്സ് വെച്ചിട്ട് അവർ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിക്ക്, ഇത് 2 കേസ് സിനാറിയോ എടുക്കാം ഇതിൽ. ഒന്നുകിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസിന്, കുട്ടികൾക്കൊക്കെ ഇവരെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു. അല്ല, നിങ്ങൾ മാരീഡ് അല്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നു. അതായത് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സ്വന്തം കാര്യം പോലും ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിൽ വ്യാപൃതരാണ് എന്നുള്ളൊരു ചിന്ത. അവിടേക്ക് കുറച്ച് ഇവർക്ക് ഒരു പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ പൊസസീവാണ്, നിങ്ങൾ അവരുടെ കാര്യത്തിൽ പൊസസീവ് ആവരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കാവാം നിങ്ങളുടെ കാര്യത്തിൽ പൊസസീവ്നെസ്. ഇതേ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇൻസെക്യൂർഡ് ആവരുത്, പൊസസീവ് ആവരുത്, പക്ഷെ അവർക്കാവാം എന്നുള്ളതാണ് അവിടെ. ഓക്കെ, അടുത്തത് ഡെവിൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ്, ഒബ്സഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ എക്സസീവ് ഫിസിക്കലി അറ്റാച്ച്ഡ് ആവാനുള്ളൊരു താല്പര്യം, എക്സസീവായിട്ട് കേട്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകൾ, ഫ്രണ്ട്ഷിപ്സ്, അത് ഇവർക്ക് അത്ര ശരിയല്ല എന്ന് തോന്നുന്ന ഫ്രണ്ട്ഷിപ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നെഗറ്റീവ് തോട്ട്സ്, എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും എന്താ, അങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ് തോട്ട്സ്, ഇതെല്ലാം ഈ ഡെവിളിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക, നെഗറ്റീവ് കാര്യങ്ങളിൽ വ്യാപൃതരാവുക, എസ്പെഷ്യലി സ്മോക്കിംഗ്, ഡ്രിങ്കിങ് പറഞ്ഞാൽ ആൽക്കഹോൾ ഡ്രിങ്കിങ് കേട്ടോ. അതേപോലെ വേറെന്താണ്, യൂസ് ചെയ്യാൻ പാടില്ലാത്ത മരുന്നുകൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ, എക്സസീവ് ഫിസിക്കൽ റിലേഷൻ, അതെല്ലാം ഇവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഒബ്സഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ന്യായമായ ആവശ്യമാണത്. 7 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളൊരു ഓവർ തിങ്കറാണ് എന്നവർ ചിന്തിക്കുന്നു. അതായത് ഒരേ സമയം നിങ്ങളുടെ മനസ്സൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല, ചിന്തകൾ ഇങ്ങനെ പല ആംഗിളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളും കൺഫ്യൂസ്ഡായി, ചുറ്റുമുള്ളവരെയും കൺഫ്യൂസ്ഡാക്കി, അങ്ങനെ ഒരു ഡേ ഡ്രീമിംഗ് ആണ് എപ്പോഴും. ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ചിന്തകളിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, എപ്പോഴും ഒരു വിഷമം, എപ്പോഴും ടെൻഷൻ, എപ്പോഴും ആങ്സൈറ്റി എന്ന പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ വഴിയെ പോകുന്ന ആൾക്കാരുടെ ടെൻഷനും കൂടെ എടുത്ത് തലയിൽ വയ്ക്കൽ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു കേട്ടോ. അത് നിങ്ങൾ മാറ്റണം നിങ്ങളുടെ സ്വഭാവത്തിൽ എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോർട്സ് വെച്ച് അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈഗോ കുറച്ച് കൂടുതലാണ്, ഈഗോ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന്
അവർ വിചാരിക്കുന്നു. ഇത് വൈസ് വേർസയും കൂടെ എടുക്കാം. ചില കാർഡ്സ് വൈസ് വെർസയായിട്ടും കണക്റ്റ് ആവും. വൈസ് വെർസ പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ചിന്തയായിരിക്കും അവർക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് അവരുടെ എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഈഗോയുടെ ഇഷ്യൂ ഇടയിൽ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അല്പം ഹൈലി ഈഗോയിസ്റ്റിക് പേഴ്സൺ ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ആലോചിച്ച് മാത്രം ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ അവർ ചിന്തിക്കേണ്ടത്. അതായത് ഡിഗ്നിറ്റി കുറച്ച് കൂടുതൽ, അവരവരുടെ എന്താ പറയുക, ആത്മാഭിമാനം കുറച്ച് കൂടുതലായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. മെയിനായിട്ട് ഈഗോ ആണ് അവിടെ നെഗറ്റീവായിട്ട് കാണുന്നത്. ഓക്കെ, ഈഗോ ഓവർ പ്രാക്ടിക്കാലിറ്റി അതൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാമായിരുന്നു എന്നവർ. അഭിമാനം മാറ്റണം എന്നല്ല പറയുന്നത് കേട്ടോ. ഈഗോ അതേപോലെ ഓവർ പ്രാക്ടിക്കാലിറ്റി ഇത് രണ്ടും നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നൊന്ന് മാറിയാൽ നന്നായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ ഫൈനാൻസസിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. അതായത് ജോലി, വർക്ക്, പൈസ സമ്പാദിക്കൽ, സേവിങ്സ്, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞു വന്ന് ഇവർ കൂടുതലായും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, അതായത് നിങ്ങൾ അവരുടെ അടുത്ത് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത്, ഇവരല്ല, നിങ്ങൾ കൂടുതലായിട്ട് അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പൈസ കിട്ടി, ഇന്ന ബോണസ് കിട്ടി, ഇന്ന എമൗണ്ട്, ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുള്ളത്. അത് ഇവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് അത് ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താലോ, അങ്ങനെയൊക്കെ പൈസ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇത് ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും. അതായത് വേറെ ഒരു കപ്പിൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ സംസാരത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൂടുതലായി ഷെയർ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ മാറ്റേഴ്സാണ്. അതവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ആ സ്വഭാവം ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ അടുത്തതായിട്ട് 8 ഓഫ് സോർട്സ് വെച്ചിട്ട് നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നതായിട്ട് അവർ ചിന്തിക്കുന്നു. തനിയെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുക, ഇത് ശരിയാവില്ല എന്ന് സ്വയം ചിന്തിക്കുക, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്തെങ്കിലും ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ വിചാരിച്ചാൽ പുറത്ത് കിടക്കാവുന്നതേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് അവിടെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിന്ന് നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞ് സെൽഫ് ഇമ്പോസ് ചെയ്യാണ്. ആ റെസ്ട്രിക്ഷൻ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് അറിയണ്ടാവില്ല, പക്ഷെ അതുണ്ട് എന്നുള്ളൊരു ഇതിൽ ആ ഒരു തടസ്സമുണ്ട്, അത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെ ഭരിക്കാറുണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ മറ്റു പലരും ചിന്തിക്കുന്നത് നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി യാത്ര ചെയ്യുന്ന ആളായിരിക്കണം. നിങ്ങൾ അവിടെ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് വേണ്ട പോലെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പോയവിടെ നിങ്ങൾ ബിസിയുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല, കോൾ ചെയ്യുന്നില്ല, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിസിയാണ്. ഈ ട്രാവൽസ് ഇവരെ വല്ലാതെ ബാധിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഈ ഇങ്ങനെ യാത്ര ചെയ്യേണ്ട കാര്യമുണ്ടോ, പലതും അവോയ്ഡ് ചെയ്യാവുന്നതാണോ എന്നൊക്കെ ഇവർക്ക് തോന്നും. അതായത് ഈ വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെയാണോ ഈ യാത്ര ചെയ്യുന്നത്, അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് വരുമല്ലോ. എന്തുകൊണ്ടാണ് അവിടെ ഇവിടെ വിളിക്കാത്ത, അങ്ങനെ ഒരു തിരക്കുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. വൈസ് വേഴ്സയും കൂടെ എടുത്തോണം കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ, ഇത്രയും വിളിക്കാനും പോലും സമയമില്ലാത്ത അത്രയും തിരക്കുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. അങ്ങനത്തെ തോന്നലുകൾ ഇവർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാറ്റേണിൽ കുറച്ചൊരു മാറ്റം വരുത്തണം, യാത്രകൾ ചുരുക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര പോകുന്നതായിരിക്കാം, രണ്ട് രീതിയിലും എടുക്കാം. ഒന്നുകിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ ഒരു ഗ്യാങ്ങായിട്ടൊക്കെ നിങ്ങൾ യാത്ര പോകും ഇവരെ വിട്ടിട്ട്. അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് യാത്ര റിക്വയർഡ് ആണ്, അപ്പോൾ വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല നിങ്ങളുടെ ഇടയിൽ, അതും ഒരു ബോദറേഷൻ ആയിരിക്കാം. ഇത് രണ്ട് തന്നെ ആയാലും ഈ ഒരു പാറ്റേൺ നിങ്ങൾ മാറ്റണം എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. ഓക്കെ, 3 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസ് അതോടൊപ്പം തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇത് രണ്ടും തന്നെ ഇവരെ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും
ൻ്റെയും കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ അനിശ്ചിതത്വം ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കണം. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, രണ്ട് തോണിയിലും കൂടെ കാല് വെച്ച് നിൽക്കാതെ ഏതെങ്കിലും ഒരു തോണിയിലേക്ക് പ്രോപ്പറായിട്ട് വരിക എന്നുള്ളത്. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ്, നിങ്ങൾ എപ്പോഴും ഒരു നാട്ടിലായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഇവരെ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ഓവർസീസ് പോകാൻ, നിങ്ങൾ ഓവർസീസ് പോകാൻ നിൽക്കുകയായിരിക്കും, ഇവരല്ല, നിങ്ങൾ ഓവർസീസ് പോകാൻ നിൽക്കുകയായിരിക്കും. ആ ഡിസ്റ്റൻസ് പോയാൽ ഇവരെ മറക്കുമോ എന്നുള്ളൊരു ഭയം, അപ്പോൾ കഴിയുന്നതും പോവാതിരുന്നൂടെ എന്നൊക്കെയുള്ളൊരു ചിന്ത, അങ്ങനെയും അവർ ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നു കേട്ടോ. അതുപോലെ പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങൾ ഓൺലൈൻ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഷോപ്പിംഗ് ചെയ്യുക, ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുക, അതായത് സാധനങ്ങൾ ആവശ്യമില്ലാതെ ഓർഡർ ചെയ്യുക, അങ്ങനെ കൂടുതലായിട്ടും. അതേപോലെ വീഡിയോസ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഈവൻ ടാരോ റിലേറ്റഡ് ആയാലും ഓക്കെ, വീഡിയോസ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ. അതിൻ്റെ ഓൺലൈൻ സ്പെൻഡിങ് ടൈം കുറച്ച് കൂടുതലാണ് എന്നവർക്ക് തോന്നാറുണ്ട്. എസ്പെഷ്യലി ഷോപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നു എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത കേട്ടോ. ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന്, മെച്യൂരിറ്റി ഇല്ലാതെ ഇങ്ങനെ കാശ് ചിലവാക്കാമോ, ഇത്ര സമയം ഇന്ന് കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട അവിടെ നമ്മൾ കുട്ടിത്തരം കാണിക്കാവോ എന്നൊക്കെ തോന്നില്ലേ, അതുപോലെ ഈ സമയം ഓൺലൈൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ല എന്ന ഒരു ചിന്ത അവർക്ക് ഉണ്ട് കേട്ടോ. അതേപോലെ ലാസ്റ്റല്ല ബോട്ടം ഓഫ് ദി ഡെക്കാണ് കൂടുതൽ കാർഡ്സ് എടുക്കാം. അവർ വിചാരിക്കുന്നത് നിങ്ങൾ കരിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഇവരെക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ കരിയർ, പൈസ സമ്പാദിക്കൽ അതിന് വേണ്ടി കൊടുക്കുന്നു എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ എപ്പം നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചാലും നിങ്ങൾ പറയും, അയ്യോ ഇന്ന പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ തിരക്കാണ്, അല്ലെങ്കിൽ ഇന്ന ജോലിയുമായിട്ട് ഞാൻ തിരക്കാണ്, അയ്യോ ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ, ഇന്ന് കാണാൻ സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ പറയുണ്ടാവും. അതായത് ഇവർക്ക് സമയം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് ഇവർക്കൊരു പരാതിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് മേജറായിട്ടുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ഇതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും നമ്മളെല്ലാവരും നമ്മളുടെ പാർട്ട്നേഴ്സിനോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ക്ലാരിഫൈ ഡിവൈൻ, give me some more cards. Give me some more cards on deep dark feelings of my viewers person. The viewers in the person that deep dark feelings എന്താണ് the viewers-നായിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ പ്ലീസ്. ഓക്കെ, 6 of Cups. ഓക്കെ, പറയാട്ടോ, ഞാൻ ചിരിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. Magician, 3 of Cups. Okay, 10 of Wands, ശരി. Emperor, ഡീപ് ഡാർക്ക് ഫീലിങ്സ് ഈ കാർഡ്സ് ഒക്കെ തന്നെയാണ് വരിക. ഓക്കെ, ലവേഴ്സ്, അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 7 of Wands, 4 of Swords, അത് 4 of Swords നേരത്തെ കണക്റ്റ് ആയതുപോലെ തന്നെയാണ്. Queen of Swords, ഇത്രയും മതി. 6 of Cupsൻ്റെ എനർജി വെച്ചിട്ട് എന്താ അറിയോ, അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്ക് മിഥുനം സിനിമ കണ്ടിട്ടുണ്ടോ, പണ്ടത്തെ മോഹൻലാൽ, ഉർവശി? അതിനകത്ത് ഉർവശിയുടെ ഒരു ക്യാരക്ടർ എന്താ ചെയ്യുക വെച്ചാൽ, പഴയ ലവ് ലെറ്റേഴ്സ്, ഇദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എഴുതിയ ലവ് ലെറ്റേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ, നിങ്ങളിങ്ങനെ എഴുതിയിരുന്നില്ലേ, അതുപോലെയാണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ മാറിപ്പോയി എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഇങ്ങനെ പെരുമാറും. ആ ഒരു ക്യാരക്ടർ, പഴയ കാര്യങ്ങൾ ഇവർ പറഞ്ഞതെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിങ്ങൾ മാറിപ്പോയി എന്ന് കുറ്റപ്പെടുത്തുക. അങ്ങനെ ഒരു ഇതിപ്പോൾ ഇതൊക്കെ നിർത്തിക്കൂടെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല, ലൈക്ക് ഐ എം നോട്ട് ചേഞ്ച്ഡ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, എനിക്ക് മാറ്റമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളൊരു ഓവർ തിങ്കറാണ്, ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് അവർ വിചാരിക്കുന്നു കേട്ടോ. ഓവർ തിങ്കിങ് മൂലം പല അസുഖങ്ങളും നിങ്ങൾക്ക് ഫിസിക്കലി എഫക്റ്റഡ് ആവുന്നുണ്ട്, മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു. ഈ ഓവർ തിങ്കിങ് ഒന്ന് നിർത്തുക,
എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഓവർ തിങ്കിങ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും മെഡിസിൻസ് കഴിക്കേണ്ടി വരുന്നത്. ആ ചിന്തകളൊന്ന് മാറ്റിയാൽ തന്നെ ബാക്കിയെല്ലാം ഹീലാവും എന്ന് അവർ വിചാരിക്കേണ്ടത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ സമയം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു എന്നവർക്ക് അഭിപ്രായമുണ്ട്. അതായത് ഇവരെക്കാൾ ഇമ്പോർട്ടൻസ് ഫ്രണ്ട്ഷിപ്സിന് കൊടുക്കുന്നു. ഇവരൊന്ന് വിളിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ പറയും ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ന സ്ഥലത്ത് പോകാൻ പ്ലാൻ ഉണ്ട്, ഇന്ന് ഞാൻ ബിസിയാണ് എന്ന് പറയും. അത് ഇവർക്ക് ഇഷ്ടമില്ല കേട്ടോ. ഫ്രണ്ട്ഷിപ്സിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കണം എന്ന് ഇവർ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഇത് എസ്പെഷ്യലി സ്പൗസിന് റിലേറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളൊന്ന് പുറത്തേക്ക് പോകണം, അത് അവർ നിങ്ങളുമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂടെ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയും എനിക്ക് വയ്യ, ക്ഷീണമാണ് എന്ന് പറയും. ഇത് പല വീടുകളിലും ഉണ്ടാവുന്ന കാര്യമാണ്. ക്ഷീണം മാറത്തില്ല, എപ്പോഴും ക്ഷീണം, ഉറക്കം തീരില്ല, ക്ഷീണം മാറില്ല. ആ സ്വഭാവം ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലെല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. വിളിക്കുമ്പോൾ എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ പറയും ക്ഷീണമാണ്, പിന്നെ പോകാം എന്ന് പറയും. ആ സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമില്ല കേട്ടോ. എംപറർ വെച്ചിട്ട് നിങ്ങൾ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പദവി അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ബോധേഡാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാറ്റസിനെ പറ്റി നിങ്ങൾ ഒരുപാട് ചിന്തിക്കാറുണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നു. ഈഗോ ഇഷ്യൂസ് വേറെ ഉണ്ട്. ഇതെല്ലാം അവർക്കൊരു ബോധറേഷനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ സ്നേഹം ഓവർവെൽമിങ് ആണ്. എന്ന് വെച്ചാൽ സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുക പറയില്ലേ, സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുന്ന ആ ഒരു സ്വഭാവം, ഓവർ സ്നേഹമായിട്ട് ഇവർക്ക് അത് ഒരു ബോധറേഷനായിട്ട് തോന്നുന്ന അത്രയും സ്നേഹം. നിൽക്കാനും തിരിയാനും സമ്മതിക്കാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇത്രയും ഓവർവെൽഡ് ആക്കല്ലേ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്നേഹം കൂടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ അങ്ങനെ ഓവറായിട്ട് ഇതായിട്ട് പെരുമാറുമ്പോൾ അവർക്കത് ബോധേഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇവരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ. അതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഒന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. എന്തെങ്കിലും പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് ബ്ലോക്കിങ് തന്നെ ആയിരിക്കും. അതായത് നിങ്ങളുടെ ദേഷ്യം മാറുമ്പോൾ നിങ്ങൾ ബ്ലോക്ക് മാറ്റിയിട്ട് തിരിച്ചു വരും. ആ ഒരു സ്വഭാവം ഇവർക്ക് ഇഷ്ടമില്ല. എന്ത് തന്നെ ആയാലും പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ആക്കാമല്ലോ, എന്തിനിങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോയിട്ട് ടെൻഷൻ അടുപ്പിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും മാറ്റണം എന്നിവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ കുറച്ച് റെസ്റ്റ് എടുക്കണം നിങ്ങൾ എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം റെസ്റ്റ്ലെസ് ആയിട്ട് ഓവർ എക്സോസ്റ്റഡ് ആവുന്നു നിങ്ങളെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. കാരണം ജോലിയാവാം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഓട്ടമായിരിക്കാം, സ്വന്തം ജോലിയുടെ കാര്യത്തിനായിരിക്കാം. ഇവർ വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു ബ്രേക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ തീരെ റെസ്റ്റ് എടുക്കുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നില്ല, റിലാക്സ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റണം. സ്വന്തം കാര്യത്തിനും കൂടി സമയം കണ്ടെത്തണം, റെസ്റ്റ് ചെയ്യണം. നിങ്ങളെ കാര്യത്തിൽ അവർ ബോധേഡാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് അസുഖമൊന്നും വരരുത്, നിങ്ങൾ നന്നായിട്ട് ഇരിക്കണം എന്നവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക കേട്ടോ. ക്വീൻ ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങൾ വെട്ടി തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അത് വിഷമം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യം നിങ്ങൾ വെട്ടി തുറന്നങ്ങ് പറയും. പറഞ്ഞത് അവർക്ക് വിഷമമായോ എന്നുള്ള ബോധറേഷനും നിങ്ങൾക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ രീതി ഒന്ന് മാറ്റണമെന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് മാത്രം സംസാരിക്കുക. മറ്റുള്ളവർക്കും ഫീലിങ്സ് ഉണ്ട്, അവർക്ക് ഹേർട്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെ ഓപ്പണായിട്ട് മുഖത്തടിച്ച പോലെ സംസാരിക്കാതിരിക്കുക എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. എത്രത്തോളം റെസനേറ്റ് ആയോ എത്രത്തോളം മാത്രമേ എടുക്കുക കേട്ടോ. എല്ലാ കാർഡും എല്ലാവർക്കും ഉള്ളതല്ല. ഇതിലേതെങ്കിലും ക്യാരക്ടർ നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ. നല്ല രീതിയാണ്, അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇന്ന് വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ.
അപ്പോൾ അതുവരെ ഇനി അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിലുണ്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്തു തരണേ. അതേപോലെ വേറെ എന്താണ്, എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.